ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ നമ്മളുടെ ഡ്രൈവർ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവര് ഇതിന് മുന്നേ ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതും നമ്മുടെ ബോർഡ് നമ്പറിലോട്ട് ഏറ്റവും കൂടുതൽ വിളിച്ചു ചോദിക്കുന്നത് ഗ്രൂപ്പിൽ വരുന്ന ഡിസ്കഷൻസ് ഒക്കെ നോക്കിയറിയാം. ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വിളിക്കാനുള്ള യൂണിഫോം പോസ്റ്റുകൾ ഏതൊക്കെയാണെന്നാണ്. ഇപ്പൊ എല്ലാവരുടെയും സ്വപ്നമായിരിക്കും യൂണിഫോം പോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഈ ഒരു പോലീസ് അല്ലെങ്കിൽ ഒരു ഫയറിന്റെ അതേപോലുള്ള ഒരു യൂണിഫോം, എക്സൈസ് ആയിക്കോട്ടെ, പോലീസ്, ഫയർ, ഇങ്ങനെയുള്ള പ്രിസൺ, ഇതിലെ എല്ലാത്തിന്റെ ഏതെങ്കിലും ഒരു യൂണിഫോം ഇട്ടിട്ട് ഒരു ജോലി നേടുക എന്നുള്ളത് പല ആളുകളുടെയും ഒരു സ്വപ്നം തന്നെയാണ്. സോ ഇങ്ങനെ ഒരു യൂണിഫോം പോസ്റ്റുകളിൽ ഏറ്റവും ഈസി ആയിട്ട് ജോലി നേടാൻ പറ്റുന്ന ഒരു ജോലി എന്ന് പറയുന്നത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറും അതോടൊപ്പം തന്നെ ഫയർമാൻ ഡ്രൈവറും ആണ് അല്ലെ. എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു പോസ്റ്റ് ഏറ്റവും ഈസി ആയിട്ട് ജോലി നേടാന്ന് പറയുന്നത്? അതായത് നമ്മുടെ വേക്കൻസീസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ സിലബസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് കുറച്ചും കൂടി ഫേവർ ആയിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്നത് ഈ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറും അതേപോലെ തന്നെ ഫയർമാൻ ഡ്രൈവറുമാണ്. പിന്നെ യൂണിഫോം പോസ്റ്റുകളുടെ ലിസ്റ്റുകളുടെ കാലാവധി ഒരു വർഷം ആയതുകൊണ്ട് നമുക്ക് ഓരോ വർഷങ്ങളായിട്ടും കഴിഞ്ഞ 2 വർഷത്തിൽ തുടർച്ചയായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത വരാനിരിക്കുന്ന യൂണിഫോം പോസ്റ്റുകൾ ഏതൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ തന്നെ ഉള്ളൂ. ഏതാണ്? പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറും അതോടൊപ്പം തന്നെ ഫയർമാൻ ഡ്രൈവറും. നമുക്ക് 2025 എൻഡോട് കൂടിയിട്ട് അല്ലെങ്കിൽ 2026 തുടക്കത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ ഫയർമാൻ ഡ്രൈവറിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ, അടുത്ത വർഷത്തേക്കുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. സോ അതുമായി ബന്ധപ്പെട്ടുള്ള എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ ഇതിന് മുന്നേ നടന്ന പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിന്റെയും ഫയർമാൻ ഡ്രൈവറിന്റെയും ഒക്കെ ലിസ്റ്റിന്റെ നോട്ടിഫിക്കേഷന്റെ ഡേറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാനും അതിനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലുള്ള ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ കൃത്യമായിട്ട് സിലബസിൽ ആഡ് ചെയ്തതിനു ശേഷം അല്ലെ, കഴിഞ്ഞ വർഷം നമുക്ക് ആദ്യമായിട്ട് വിളിച്ചതെന്ന് പറഞ്ഞ് 2 വർഷങ്ങൾക്ക് മുന്നേ വിളിച്ചതെന്ന് പറഞ്ഞത് 187/2023 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി എന്ന് പറയുന്നത്. നമ്മൾ ഫയർ ഡ്രൈവർ അല്ലെങ്കിൽ ഫയർമാൻ ഡ്രൈവർ എന്നൊക്കെ നമ്മൾ ചുരുക്കപ്പേരിട്ട് വിളിക്കുന്ന പോസ്റ്റ്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി എന്നാണ് ശരിക്കും അതിന്റെ. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി എന്നുള്ള ഒരു പോസ്റ്റും ഉണ്ട്, അതോടൊപ്പം തന്നെ ഡ്രൈവർ ട്രെയിനി എന്നുള്ള ഒരു പോസ്റ്റും ഉണ്ട് അല്ലെ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആയിട്ട് നമുക്ക് 2023 വന്ന നോട്ടിഫിക്കേഷൻ വന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷനോട് കൂടിയിട്ടാണ് സിലബസിൽ വന്ന മാറ്റങ്ങളും കാര്യങ്ങളും. ഇതിന്റെ എക്സാമിന്റെ ഡേറ്റ് വരുമ്പോഴാണ് നമുക്ക് സിലബസിൽ സ്പെഷ്യൽ ടോപ്പിക്സും സിലബസിലെ മൊത്തത്തിലൊന്ന് അറേഞ്ച്മെന്റ് ഒക്കെ വന്നത്. ഇപ്പൊ കഴിഞ്ഞ തുടർച്ച 2 വർഷമായിട്ട് അതേ സിലബസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്കും തന്നെ പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം നമ്മളുടെ മുന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്. ആ സിലബസ് പ്രകാരം നമുക്ക് പഠിക്കാം. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 2 to 3 മാസം വരെ നമുക്ക് സമയം കിട്ടും. ആ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആ പഠിക്കേണ്ട ഭാഗങ്ങൾ എക്സ്ട്രാ എന്തെങ്കിലും സിലബസിൽ ആഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. 2023 187/2023 എന്നുള്ള നോട്ടിഫിക്കേഷൻ ആണ്. ശരിക്കും 2023 ഡിസംബർ എൻഡിൽ എന്ന് തന്നെ പറയാം. ഡിസംബർ എൻഡിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. എക്സാം നടന്നത് 18/1/2024 ജനുവരി 18 തീയതിയാണ് എക്സാം നടന്നത് അല്ലെ. ലാസ്റ്റ് ഡിസംബർ അല്ല, ഇതിന്റെ ജസ്റ്റ് ഈ വർഷത്തിന്റെ ഒരു മിഡ് ആയിട്ടാണ് വന്നത്. ഡിസംബറിൽ എന്ത് ചെയ്തു? ജനുവരിയിൽ എന്ത് ചെയ്തു? 18 തീയതി അതിന്റെ എക്സാം നടന്നു. ദെൻ ഷോർട്ട് ലിസ്റ്റ് ഒരു 6 മാസത്തെ ഇടവേളക്ക് 5 മാസത്തോളം സമയം എടുത്തു. 5 മാസത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്തു? ഷോർട്ട് ലിസ്റ്റ് വന്നു. 25/6/2024 ഷോർട്ട് ലിസ്റ്റ് വന്നു. ഇത് നോർമലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ OMR എക്സാം എഴുതിയതിനു ശേഷം അതിന്റെ ഒരു കട്ട് ഓഫിനെ ബേസ് ചെയ്ത് വരുന്ന ഷോർട്ട് ലിസ്റ്റ് ആണ് ഫസ്റ്റത്തെ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഏകദേശം 55-56 ആ റേഞ്ചിലാണ് നമ്മളുടെ കട്ട് ഓഫ് വന്നത്. ഫസ്റ്റ് ടൈം ഈ സിലബസോട് കൂടിയിട്ട് വന്ന കട്ട് ഓഫ് ആണ്. അത് കരുതി നമ്മൾ അടുത്ത എക്സാമിനും 55 കട്ട് ഓഫ് വരും എന്നുള്ള നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റൂല. കാരണം എല്ലാവരും പഠിക്കൽ തുടങ്ങി. പഠിക്കാനുള്ള നമുക്ക് കിട്ടുന്ന മൊഡ്യൂൾസും കാര്യങ്ങളും കണ്ടന്റ്സും കിട്ടാനുള്ള അവൈലബിലിറ്റി കൂടി. എല്ലാവരും ഈ ഒരു ജോലി എന്നുള്ള ലക്ഷ്യത്തോട് കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു തവണ ലിസ്റ്റിന്റെ തൊട്ടടുത്ത് വന്ന് ഉൾപ്പെടാൻ പറ്റാതെ പോയ ആളുകളൊക്കെ അടുത്ത എക്സാമിന് ഒന്നുകൂടി കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്ത് ലിസ്റ്റിൽ മുകളിൽ വരാൻ വേണ്ടിയിട്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ തുടങ്ങി. ദെൻ റാങ്ക് ലിസ്റ്റ് വന്നത് ഏപ്രിൽ 28-നാണ്. 2025 ഏപ്രിൽ 28. ഏകദേശം ഒരു 6 മാസത്തേക്ക് അല്ലെങ്കിൽ 8 മാസത്തെ കാലാവധി. പക്ഷെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് വരുന്നതിന്റെ ഇടയിലായിട്ട് കുറച്ചധികം കടമ്പകൾ ഉണ്ട് അല്ലെ. അത് ഡ്രൈവറാണ്, അപ്പോൾ ഫയർ ആണ്. അപ്പൊ 2 ടെസ്റ്റുകൾ അവിടെ നടന്നിട്ടുണ്ടാവും. ഫിസിക്കൽ ടെസ്റ്റ് നടന്നിട്ടുണ്ടാവും, ഡ്രൈവിംഗ് ടെസ്റ്റും നടന്നിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു കാലതാമസമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എങ്കിൽ തോനെ വൈകിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അവിടെ ഷോർട്ട് ലിസ്റ്റ് വന്നു. ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും രണ്ടാമതൊരു ഷോർട്ട് ലിസ്റ്റ്, അതായത് ഫിസിക്കൽ
എഫിഷ്യൻസി ടെസ്റ്റ് നടത്തിയ ഫിസിക്കൽ മെഷർമെന്റ് നടത്തും, അതോടൊപ്പം തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും കൂടി നടത്തിയതിന് ശേഷം അവിടെ നമുക്ക് അടുത്തൊരു ഷോർട്ട് ലിസ്റ്റ് വന്നു. ദെൻ നെക്സ്റ്റ് ഒരു ഡ്രൈവർ ടെസ്റ്റ് നടത്തി, ആ ഡ്രൈവിങ്ങിന്റെ ടെസ്റ്റും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റ് വന്നു. ഫിസിക്കൽ ടെസ്റ്റിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഷോർട്ട് ലിസ്റ്റിൽ 500 പേര് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ പോലീസിലൊക്കെ. അത് 250 ഫിസിക്കൽ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കാരണം ഫിസിക്കലിൽ കുറെ ആളുകൾ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടും എന്ന് സാധ്യത ഉണ്ടെങ്കിൽ, നമുക്കൊരു അറൌണ്ട് 50 അബവ് മാർക്ക് ഉണ്ട് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എക്സാം എഴുതി ഇപ്പൊ എക്സാം എഴുതി കഴിഞ്ഞിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കലി ഫിറ്റ് ആകാനും നമ്മുടെ 8 കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ. ആ 8 കാര്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണമാണ് പാസ്സാകേണ്ടത്. ആ 5 എണ്ണത്തിൽ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യണം. നെക്സ്റ്റ് അതിൽ അഡ്വൈസ് പോയത് 2025 8-ാം മാസം 19-ാം തീയതി വരെ, ഈ ഒരു ഡേറ്റ് വരെ ഉള്ള അഡ്വൈസ് പോയത് 84 ലിസ്റ്റ് വന്നിട്ട് നോക്കൂ. 4-ാം മാസം വന്നു, 8-ാം മാസത്തേക്ക് 4 മാസത്തെ ഗ്യാപ്പിന്റെ ഉള്ളിൽ തന്നെ 100ന്റെ അടുത്ത് അല്ലെ 84 അഡ്വൈസ് ആണ് നമുക്ക് പോയത്. പോലീസിലാണ് 88 പോയത്, 84 അഡ്വൈസ് ആണ് നമുക്ക് പോയത് ഇതില്. ജസ്റ്റ് ലിസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷത്തേക്കാണ്. ഇപ്പൊ അടുത്ത ഇതിന്റെ നോട്ടിഫിക്കേഷൻ കഴിയുന്നതിന് മുന്നോടിയായിട്ട് തന്നെ, റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നതിന് മുന്നോടിയായിട്ട് തന്നെ, ഇതിന്റെ ഷോർട്ട് ലിസ്റ്റും റാങ്ക് ലിസ്റ്റും വരുന്ന മുന്നോടിയായിട്ട് തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വിളിച്ചു എക്സാം എഴുതി കഴിഞ്ഞിരിക്കുന്നവരായിരിക്കും നിങ്ങൾ എല്ലാവരും. സോ ഫസ്റ്റ് വന്നത് ഇതായിരുന്നു, ഈ ഒരു ഗ്യാപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്തത് അതേപോടൊപ്പം തന്നെ ഈ 157/2023 കൂടെ തന്നെ വന്നൊരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു 416/2023 പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന് പറയുന്നത് അല്ലെ. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ. ഏകദേശം ഒരു 3 മാസത്തെ ഒരു ഗ്യാപ്പ് ആണ് ഇതിലുണ്ടായിരുന്നത്. എക്സാം നടന്നത് നേരത്തെ പറഞ്ഞ ജനുവരിയിൽ നടന്ന എക്സാം വരെ, ഇവിടെ ഏപ്രിൽ എക്സാം നടന്നു, ഏപ്രിൽ 14 എക്സാം നടന്നു. അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് സെപ്റ്റംബർ 25 ഷോർട്ട് ലിസ്റ്റ് വന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ആണ്. ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ ഫിസിക്കൽ ടെസ്റ്റും അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഇവിടെ വന്നു റാങ്ക് ലിസ്റ്റ് വന്നു. നിലവിൽ ലാസ്റ്റ് അഡ്വൈസ് പോയത് പ്രകാരം അല്ലെ 2005 ഓഗസ്റ്റ് 27-ാം തീയതി മുതൽ 88 അഡ്വൈസ് പോയിട്ടുണ്ട് ഫസ്റ്റത്തെ. അതായത് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക എന്ന് മാത്രമല്ല, റാങ്ക് ലിസ്റ്റിൽ വളരെ ഉയരത്തിൽ ഇടം നേടുക എന്നുള്ളത് കൂടി നമ്മുടെ ഒരു ലക്ഷ്യമാണ്. നമ്മൾ ഒരിക്കലും ഒരു 55 മാർക്കാണ് കട്ട് ഓഫ് വന്നത് എങ്കിൽ ഒരു 55 മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കരുത്. 55 മാർക്കിന് പഠിച്ചാൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും, ഏറ്റവും താഴെ ആയിരിക്കും. റാങ്ക് ലിസ്റ്റിലെ കട്ട് ഓഫിനേക്കാളും 5-10 മാർക്ക് നമുക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാങ്ക് ലിസ്റ്റിൽ ഉയരത്തിൽ സ്ഥാനം ഉറപ്പിക്കാൻ പറ്റും. അങ്ങനെ ഉറപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ അഡ്വൈസിൽ 4 മാസത്തിന്റെ ഉള്ളിൽ അഡ്വൈസിൽ തന്നെ നമുക്ക് 88 അഡ്വൈസ് പോയി. അപ്പൊ ആ 88ന്റെ ഉള്ളിൽ ഒരാളാകാൻ പറ്റും. അപ്പൊ ആദ്യ 50 റാങ്കിന്റെ ഉള്ളിൽ തന്നെ വരണം എന്ന് നമ്മൾ കരുതിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ദെൻ ഈ ഒരു എക്സാമിന് ശേഷം നെക്സ്റ്റ് നമുക്ക് 2 എക്സാമുകൾ വീണ്ടും വിളിച്ചു. ഇതാണ് നമ്മളിപ്പോൾ എഴുതി കഴിഞ്ഞിട്ട് ഇരിക്കുന്നത് അല്ലെ. ജസ്റ്റ് 427/2024 വിളിച്ചു, 23 വിളിച്ചു, 24 വിളിച്ചു. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എക്സാം ഡേറ്റ് വന്നത് 15/7/2025. അതോടൊപ്പം തന്നെ ഫയർമാൻ ഡ്രൈവർ വിളിച്ചു 472/2024 ഫയർമാൻ ഡ്രൈവർ. അതിന്റെ എക്സാം നടന്നു 17, 2 ദിവസത്തെ ഗ്യാപ്പിലായിരുന്നു 17. അതോടൊപ്പം തന്നെ നമുക്ക് പുതിയതായിട്ട് നോട്ടിഫിക്കേഷൻ അതിന് കൊടുക്കുന്നതിന് ഒരു അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ, വാർഡർ ഡ്രൈവർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ചെയ്തു. അതിന്റെ എക്സാം ഇതിന്റെ കൂടെ തന്നെയാണ് നടക്കേണ്ടിയിരുന്നത്. പിന്നെ ചില സാങ്കേതിക കാര്യങ്ങളാൽ അതെന്ത് എക്സാം മാറ്റി വെച്ചു. 1 മാസം നീണ്ടതിന് ശേഷം 16-ാം തീയതി അടുത്ത എക്സാം നടന്നു. അപ്പൊ ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ്, അതിന്റെ റാങ്ക് ലിസ്റ്റിലാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു എക്സാം എഴുതിയ ആളുകളിലൊക്കെ ആയിരിക്കും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഇതിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് വരുന്നു. ഉടനെ തന്നെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും, റാങ്ക് ലിസ്റ്റും കാര്യങ്ങളുണ്ടാവും. നേരത്തെ പറഞ്ഞിട്ടുള്ള റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുന്ന ഡേറ്റ് മുതൽ ഈ ഒരു കാറ്റഗറിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും എന്നാണ് PSCയുടെ പുതിയ തീരുമാന പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സോ ആ റാങ്ക് ലിസ്റ്റ് കഴിയുന്നതോടൊപ്പം അടുത്ത റാങ്ക് ലിസ്റ്റ് PSCക്ക് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയ നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഈ ഒരു എല്ലാ വർഷവും പ്രതീക്ഷിക്കുമ്പോൾ 2023 വന്നു, 24 വന്നു. സോ 25 എൻഡിൽ അല്ലെങ്കിൽ 26 തുടക്കത്തിൽ നമുക്കൊരു എക്സാമിന് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. നമുക്ക് വരാൻ പോകുന്ന യൂണിഫോം പോസ്റ്റ് എന്ന് പറയുന്നത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറും ഈസി ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന യൂണിഫോം പോസ്റ്റ് എന്ന് പറയുന്നത് ഡ്രൈവർ റിലേറ്റഡ് എക്സാമിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറും ഫയർമാൻ ഡ്രൈവറും തന്നെയാണ്. അപ്പൊ ഈ ഒരു എക്സാമിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. കുറച്ച് മാർക്കൊക്കെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയ ആളുകളുണ്ടായിരിക്കും. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ട്രാക്ക് വിടാതെ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ഇപ്പൊ തന്നെ പഠിക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. കാരണം നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നതിൽ അർത്ഥമല്ല. ആ നോട്ടിഫിക്കേഷൻ വരും, അത് കഴിഞ്ഞിട്ട് എക്സാം വരും. അപ്പൊ നമ്മൾ വീണ്ടും എക്സാം വന്നിട്ട് പഠിക്കാം എന്ന് പറഞ്ഞു നിൽക്കും. അങ്ങനെ ഡിലേ ആയി പോകും. സോ പഠിച്ച് പകുതിയോളം ആയ ആളുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡ്രൈവിംഗ് റിലേറ്റഡ് ആയ ടോപ്പിക്സ് പകുതി പഠിച്ച ആളുകൾ ഉണ്ടാവും.
ജനറൽ നോളജും കറന്റ് അഫയേഴ്സും റിനൈസൻസും മാത്സും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കുറച്ചൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ സമയം കിട്ടാത്ത ആളുകളുണ്ടാവും. സോ അവരെന്ത് ചെയ്യുക, പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാക്കി പഠിച്ചിട്ട് എന്ത് ചെയ്യുക, ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, തയ്യാറെടുപ്പ് തുടങ്ങുക. സോ അങ്ങനെ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട്, അടുത്ത പോലീസ് ഡ്രൈവറിന്റെ എക്സാമുകൾക്ക്, ഫയർമാൻ ഡ്രൈവറിന്റെ എക്സാമുകൾക്ക്, ഇങ്ങനെയുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഒരു ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് 2.0 എന്നുള്ള ബാച്ചാണ്, റൺവേ 2.0 ബാച്ചാണ്. അപ്പൊ ബാച്ചിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പൊ നിലവിൽ നമുക്കൊരു സിലബസ് ഉണ്ട്. ആ സിലബസ് പ്രകാരമുള്ള ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സസ്, കാര്യങ്ങൾ, റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ലൈവ് സെക്ഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സംശയങ്ങൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അനാലിസിസ് വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ആപ്പിൽ ലഭ്യമാണ്. സോ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ബോർഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോക്ക് താഴെ തന്നെ നമ്മളൊരു ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡ്രൈവർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും അതിന്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടും സ്റ്റഡി മെറ്റീരിയൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് വീഡിയോക്ക് താഴെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങും. അപ്പൊ നമ്മളെ ഈ ഡ്രൈവർ എക്സാമുകൾ ഇനിയും വരുന്നുണ്ട്. അപ്പൊ ഡ്രൈവർ എക്സാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറെ അധികം പുതുതായിട്ടുള്ള ആളുകൾക്ക് കുറെ അധികം ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. കാരണം നമുക്ക് കുറെ അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ, വയസ്സ്, അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള റിപ്ലൈ ആയിട്ട് നമ്മൾ ഇനിയും ഇതേപോലുള്ള വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഡ്രൈവർ എക്സാം ചെയ്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ടും ഷെയർ ചെയ്ത് വീഡിയോ എത്തിക്കുക. അപ്പൊ ഇതേപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.